നമ്മുടെ നൂറ ഫിനാലയിലാണോ, അതായത് ഫിനാലെ വീക്കിലാണോ അതേപോലെ ഫൈനൽ ഫൈവിലാണോ എന്നുള്ളൊരു ഡൗട്ട് ഒരുപാട് ആൾക്കാർക്ക് അവിടെ ഉണ്ടായിരുന്നു അല്ലേ. അത് പുറത്തുമുള്ള കൺഫ്യൂഷനായിരുന്നു. കാരണം ആ ഒരു ടിക്കറ്റ് ഫിനാലെ കിട്ടിയ അന്ന് തൊട്ട് നൂറ ഫൈനൽ ഫൈവ് എന്ന രീതിയിലാണ് അവിടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നത്. അവിടെ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത്. ആ രീതിയിലുള്ള സന്തോഷ പ്രകടനമായിരുന്നു അത്രയും ദിവസം അവിടെ. പക്ഷേ ലാലേട്ടൻ ഇപ്പോൾ അത് തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ലാലേട്ടൻ എല്ലാവരോടും വന്നിട്ട് ചോദിക്കുകയാണ്, നോമിനേഷൻ്റെ കാര്യം വെച്ചിട്ടാണ് തുടങ്ങുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു നോമിനേഷൻ? കാരണം എല്ലാവരും നോമിനേഷനിൽ വന്നു, എവിക്ഷനുള്ള ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അക്ബർ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി ലാലേട്ടാ, ബിഗ് ബോസിനെ ശരിക്കും ഒരു റെസ്പെക്റ്റ് തോന്നിയ സമയമായിരുന്നു അത്. എല്ലാവർക്കും ഇവിടെ പ്ലാനിങ് ഒക്കെ ആയിരുന്നു ഞങ്ങളെ നോമിനേഷനിൽ ഇടാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതാരും പറയില്ല, എങ്കിലും അവർക്ക് പ്ലാനിങ് ഒക്കെ ആയിട്ട് ഡിസ്കഷനിലായിരുന്നു. അപ്പം ഞങ്ങളെ ആയിരുന്നു അവർ ഉന്നി വെച്ചിരുന്നത്, ഞങ്ങളെ ഇടാനായിരുന്നു അവരുടെ പ്ലാൻ. അത് സത്യമായിരുന്നു. കാരണം അവർ രണ്ടുപേരുമായിരുന്നു ആ വീക്കിൽ ഏറ്റവും കൂടുതൽ കുഴപ്പക്കാർ കഴിഞ്ഞ വീക്കിൽ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടും വന്നേനെ, അവർക്ക് അതിനുള്ള റീസണൊക്കെ ഉണ്ടായിരുന്നു ലാലേട്ട എന്നുള്ള രീതിയിൽ നമ്മുടെ അക്ബർ പറയണം. നമ്മുടെ ഷാനവാസും അതേപോലെ തന്നെ പറയാണ്, ലാലേട്ട കഴിഞ്ഞ വീക്കിൽ നോമിനേഷൻ ചെയ്യാൻ വേറെ ആരും ഒരു റീസണും ഇല്ല, ഇവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്കും അതറിയാം, ഇവരുടെ ക്യാപ്റ്റൻസി വന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവരും അതങ്ങനെ കണക്ക് കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു, അത് സത്യവുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു, ഞാനിതൊന്നും ആരും ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കിയത് അക്ബറും ആര്യനും അതുപോലെ നെവിനും ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ തന്നെ നോമിനേറ്റ് ചെയ്യാൻ വിചാരിച്ചുള്ളൂ. ഞാൻ പക്ഷേ എൻ്റെ പ്ലാനിങ് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പം അനുമോളുടെ അടുത്ത് ചോദിക്കുമ്പോഴും അനുമോൾ ഇതേ കാര്യം തന്നെ പറയാണ്, ഞാൻ നോമിനേറ്റ് ചെയ്യാണ്, ഇവരെ ചെയ്യത്തുള്ളൂ, ഇവരായിരുന്നു ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇവർ മാത്രമായിട്ട് നോമിനേഷനിൽ വന്നവരാരെങ്കിലും ഔട്ടായി പോയാലോ, അപ്പോൾ അത് ബിഗ് ബോസിന് അറിയാം, അതുകൊണ്ട് ബിഗ് ബോസ് തന്ത്രപരമായിട്ട് എല്ലാവരും എടുത്തിട്ടു എന്നാണ് അനുമോൾ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, ലാസ്റ്റ് വീക്കൊക്കെ വരുമ്പോൾ ഇതിന് മുൻപേ തന്നെ അങ്ങനെയാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എല്ലാവരെയും നോമിനേഷനിൽ എടുത്തിടണം, അങ്ങനെയാണ് വേണ്ടത്. അപ്പം നൂറ എഴുന്നേൽക്കുമ്പോൾ നൂറയോട് ഇത് ഈ കാര്യം ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നൂറ ഫിനാലെ വീക്കിലാണ് കേട്ടോ, ഒരു തിരുത്തുണ്ട് കേട്ടോ, നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഫൈനൽ ഫൈവിലേക്കാണെന്നാണ്, എല്ലാവരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നൂറ ഫൈനൽ ഫൈവിൽ വന്ന അഹങ്കാരമാണെന്ന്, അത് അങ്ങനെയല്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇങ്ങനെ അങ്ങനെയല്ലേ ലാലേട്ട എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലല്ല, ഇത് ഫിനാലെ വീക്ക് എന്നാണ്, അല്ലാതെ ഫൈനൽ ഫൈവ് എന്നല്ല എന്ന് ലാലേട്ടൻ തിരുത്തി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. ടോപ്പ് 5 അല്ല കേട്ടോ എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ നമ്മുടെ അക്ബർ പറയാണ്, ലാലേട്ട ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പം കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു, അങ്ങനെയല്ല ലാലേട്ടൻ അങ്ങനെ പറഞ്ഞെന്നല്ല, ലാലേട്ടൻ ഇങ്ങനെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തത് നൂറ് ഫൈനൽ 5 ഉണ്ടെന്നാണ്. എന്തായാലും സന്തോഷമായി ലാലേട്ട എന്നുള്ള രീതിയിൽ നമ്മുടെ അക്ബർ പറയുന്നുണ്ട്. അതേപോലെ അതിലോട് ചോദിക്കുന്നുണ്ട്, അതിലെന്തെങ്കിലും സംശയമുണ്ടോ? അത് ലാലേട്ട ഇപ്പോഴാണ് ലാലേട്ട മനസ്സിലായത്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ലാലേട്ട ചോദിച്ചു, ഞാൻ പറഞ്ഞോ നിങ്ങളോട് അങ്ങനെ വിചാരിച്ചിരിക്കാൻ? അപ്പോൾ അങ്ങനെയല്ല ലാലേട്ട, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ എന്തായാലും ലാലേട്ടൻ അത് മാറ്റിയല്ലോ, എന്തായാലും വീക്കിലേക്കാണ്, അതായത് ഫിനാലെ വീക്കിലേക്കാണ്, ഫൈനൽ 5 കേട്ടോ എന്ന് ലാലേട്ടൻ എടുത്തെടുത്ത് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക്. അപ്പം നൂറയ്ക്ക് ഭയങ്കര സങ്കടമായെന്ന് തോന്നുന്നു. നൂറ അതുപോലെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതാണ്, ഫൈനൽ 5 വന്ന് എന്നുള്ള രീതിയിൽ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരാളാണ്. എന്തായാലും ലാലേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് നൂറയ്ക്ക് ശരിക്കും ഒരടിയായി.